Good morning students, I am Reshma, Department of Computer Application, Don Bosco College, Kottayam. In the last class we have discussed about the steps for solving an LPP by means of graphic method. അപ്പോൾ നമ്മൾ പറഞ്ഞത് 3 സ്റ്റെപ്സിനെ പറ്റിയായിരുന്നു അല്ലേ. ഒരു ഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 3 സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ഡെവലപ്മെന്റ് ഓഫ് ദ LP മോഡൽ. നമുക്ക് തന്നിരിക്കുന്ന ഒരു വേർഡ് പ്രോബ്ലത്തിന്റെ ഫോർമാറ്റിലാണെങ്കിൽ ആ വേർഡ് പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം, LP മോഡലിലേക്ക് മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് ഫോർമുലേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, പ്ലോട്ട് ദ കൺസ്ട്രെയിൻസ് ഓൺ ദ ഗ്രാഫ് പേപ്പർ ആൻഡ് ഡിസൈഡ് ദ ഫീസിബിൾ സൊല്യൂഷൻ. തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിനെ എല്ലാം എന്ത് ചെയ്യണം, ഗ്രാഫ് പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, അവിടുത്തെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദ എക്സ്ട്രീം പോയിന്റ്സ്. ആ തന്നിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയ ഫീസിബിൾ റീജിയൻ നമ്മൾ ഡിസൈഡ് ചെയ്ത ഫീസിബിൾ റീജിയനിൽ നിന്നും എക്സ്ട്രീം പോയിന്റ്സിലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതിനെ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായിട്ട് എഴുതുന്നു, ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ എഴുതുന്നു. സോ 3 സ്റ്റെപ്സ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ആ സ്റ്റെപ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു LPPയുടെ സൊല്യൂഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ബൈ മീൻസ് ഓഫ് ഗ്രാഫിക് മെത്തേഡ് എന്നുള്ളതാണ് ഒരു പ്രോബ്ലത്തിലൂടെ ഞാൻ ഈ സെഷൻ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ പ്രോബ്ലം എങ്ങനെയാണ്, സോൾവ് ദ LPP. ഈ തന്നിട്ടുള്ള LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെയാണ്, മാക്സിമൈസ് Z is equal to 7x1 plus 5x2 subject to x1 plus 2x2 less than or equal to 6, 4x1 plus 3x2 less than or equal to 12 and x1 x2 greater than or equal to 0. സോ ഈ തന്നിട്ടുള്ള LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ സംബന്ധിച്ച് ഇതൊരു വേർഡ് പ്രോബ്ലത്തിന്റെ ഫോർമാറ്റിലല്ല അല്ലേ, ഓൾറെഡി എന്താണ് ഒരു LPP മോഡലിലേക്ക് അഥവാ മാത്തമാറ്റിക്കൽ ഫോർമുലാസിലേക്ക് മാറ്റിയാണ് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് സ്കിപ്പ് ചെയ്യാം. കാരണം ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലാണ് തന്നിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്തതിനു ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പ്രോബ്ലം നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, തന്നിട്ടുള്ള പ്രോബ്ലം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലാണ്. സോ ഇവിടെ നമ്മൾ ആദ്യം 2 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണ്, ഈ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഏതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഏതൊക്കെയാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. തന്നിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒപ്റ്റിമൈസേഷന് വിധേയമാകുന്ന ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിളിക്കുന്നത്. സോ മാക്സിമൈസിങ് ഏതിനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, ഏത് ഫംഗ്ഷനെയാണ്, ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത് അല്ലേ. therefore ഈ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, Z is equal to 7x1 plus 5x2 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. Objective function. And what about the next one, subject to the conditions. ഈ തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് ബാക്കി തന്നിരിക്കുന്നത് 3 അല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ എന്താ, x1 plus 2x2 less than or equal to 6, 4x1 plus 3x2 less than or equal to 12 and the last one is a non-negativity condition, that is x1 and x2 greater than or equal to 0. So ഈ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്ത 3 കാര്യങ്ങളാണ്. ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് x1 ഉം x2 ഉം ആണ്. സെക്കൻഡ് വൺ ഈസ് ഒബ്ജക്റ്റീവ് function is Z is equal to 7x1 plus 5x2 and the third one is the constraints are these 3 constraints, 2 inequalities and 1 non-negativity condition. So ഒരു പ്രോബ്ലം കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 3 ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് സാധാരണ ഈ പ്രോബ്ലം സാധാരണ എസ്സേ പാർട്ടിലോ 4 മാർക്കിലാണ് സാധാരണ ഈ പ്രോബ്ലം ചോദിക്കുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ റീജിയൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം സാധാരണ 4 മാർക്സിനോ 15 മാർക്സിനോ ആണ് സാധാരണ നമുക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എഴുതുന്നതിനൊരു രീതിയുണ്ട്, സ്റ്റെപ്പുകളുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡിസിഷൻ വേരിയബിൾസിനെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതിനെ എടുത്തെഴുതുക, സ്റ്റെപ്പ് വൈസ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എടുത്തെഴുതുക. ദാറ്റ് ഈസ് കൺസിഡർ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണോ അതിനാദ്യം നമ്മൾ എടുത്തെഴുതണം. ദാറ്റ് ഈസ് Z is equal to 7x1 plus 5x2 and the constraints ഏതൊക്കെയാണ് അതിനെ എടുത്തെഴുതുക. x1 plus 2x2 less than or equal to 6 and 4x1 plus 3x2 less than or equal to 12 and including the non-negativity condition, that is x1 plus x2 greater than or equal to 0.
അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ കൺസ്ട്രെയിൻസിനെ എടുത്തെഴുതി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? തന്നിട്ടുള്ള ആ കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുക അല്ലേ? അതിനുശേഷം ഫീസിബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ അതായത് ഫസ്റ്റ് പാർട്ട്, തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിനെ ഗ്രാഫ് പേപ്പറിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാം. ആ പ്ലോട്ട് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിനെ ഓരോന്നിനെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് കൺസ്ട്രെയിൻ ഏതാണ്? നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ x1 plus 2x2 less than or equal to 6, and the second constraint is 4x1 plus 3x2 less than or equal to 12. നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ കൺസ്ട്രെയിനെ കൺസിഡർ ചെയ്തു. ആദ്യത്തെ കൺസ്ട്രെയിനകത്ത് കൺസ്ട്രെയിൻ തന്നിരിക്കുന്നത് ഏത് റിലേഷനാണ്? ഒരു ഇൻഈക്വാലിറ്റിയാണ്. ലെസ് ദാൻ ഈറോ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇൻഈക്വാലിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള കൺസ്ട്രെയിനകത്ത് ഈ റിലേഷനായ ഇൻഈക്വാലിറ്റി എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? ഒരു ഇക്വാലിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് റീപ്ലേസിംഗ് ദ ഇൻഈക്വാലിറ്റി ഇൻ ദ കൺസ്ട്രെയിൻ ബൈ മീൻസ് ഓഫ് ആൻ ഇക്വാലിറ്റി. ദാറ്റ് ഈസ് x1 plus 2x2 equal to 6. ഇപ്പോൾ ഈ കിട്ടിയ പുതിയ ഒരു ഇക്വേഷൻ, ഈക്വൽ ടു എന്ന റിലേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഇക്വേഷനെ സംബന്ധിച്ച് ഈ ഇക്വേഷനകത്ത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ക്വസ്റ്റ്യനിലെ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ആയ x1ഉം x2ഉം പ്രസന്റ് ആണ്. അപ്പോൾ അതുകൂടാതെ ഇവിടെ അപ്പോൾ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ഇക്വേഷനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ലൈൻ സെഗ്മെന്റിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുത്തെ കൺസ്ട്രെയിനകത്തുള്ള ഇനീക്വാലിറ്റി ഇക്വാലിറ്റി ആയിട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ലൈൻ സെഗ്മെന്റ് ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യാനുള്ള ലൈൻ സെഗ്മെന്റ് ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ റീപ്ലേസ്മെന്റ് ഉണ്ടാകുന്ന മാറ്റം സംഭവിക്കുന്നു. That is, this equation represents the equation of a line segments that we have to plot in the graph paper. അപ്പോൾ ആ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇനി ആ ലൈൻ സെഗ്മെന്റ് നമുക്ക് എങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം? അപ്പോൾ നോക്കുക, ഒരു ലൈൻ സെഗ്മെന്റ് നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര പോയിന്റ്സ് ആണ് ആവശ്യമുള്ളത്? ഒരു ലൈൻ സെഗ്മെന്റിനെ വരയ്ക്കാൻ ഒരു ഇനിഷ്യൽ പോയിന്റും വേണം, ഒരു ഫൈനൽ പോയിന്റ് വേണം. രണ്ട് പോയിന്റ്സിന്റെ ഇനീഷ്യൽ പോയിന്റിന്റെയും ഫൈനൽ പോയിന്റിന്റെയും പ്രസൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ എന്ത് വരും? ഒരു ലൈനിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് നമ്മൾക്ക് നമ്മളുടെ ആവശ്യമുള്ള ലൈൻ സെഗ്മെന്റിന്റെ ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ അതിനുവേണ്ടി ഞാനൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആ ടേബിളിനകത്ത് രണ്ട് റോസ് വേണം, x1ഉം x2. x1ന്റെ x2ന്റെയും രണ്ട് റോസ് ഉള്ള ഒരു ടേബിൾ. ഇനി എന്ത് ചെയ്യുന്നു? എനിക്ക് ഈ ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനിഷ്യൽ പോയിന്റും വേണം, ഫൈനൽ പോയിന്റും വേണം അല്ലേ? അപ്പോൾ ഇനിഷ്യൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോളവും ഫൈനൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോളവും, ഇത്രയാണ് എന്ത് വേണ്ടത്? നമ്മുടെ ടേബിളിനകത്ത് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ്, ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ടേബിളിനകത്ത് x1 x2 എന്ന് നമ്മൾ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് എടുക്കുന്നു. കൂടാതെ നമുക്ക് വേണ്ടത് രണ്ട് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് എത്ര കോളംസ്? രണ്ട് കോളംസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി ഈ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിനോട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കോളത്തിൽ x1ന്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഫസ്റ്റ് കോളത്തിൽ x1ന്റെ പൊസിഷനിൽ 0 കൊടുത്തതിന് ശേഷം എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? x2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആക്ച്വലി നമ്മൾ ഒരു 2 ഡയമെൻഷൻ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ, ഗ്രാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് ഉപയോഗിച്ച്, ദാറ്റ് ഈസ് x1 ആൻഡ് x2. ഇപ്പം ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ സെഗ്മെന്റിന്റെ ഫൈനൽ പോയിന്റിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ ആയിരിക്കും? ഫസ്റ്റ് കോർഡിനേറ്റ് x1ഉം സെക്കൻഡ് കോർഡിനേറ്റ് x2ഉം. സിമിലർലി ഇനിഷ്യൽ പോയിന്റിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് കോർഡിനേറ്റ് x1 ആൻഡ് സെക്കൻഡ് കോർഡിനേറ്റ് x2. സോ x1ന്റെ ഇനിഷ്യൽ പോയിന്റിന്റെ x1ന്റെയും x2ന്റെയും വാല്യൂ കണ്ടുപിടിക്കുക, ഫൈനൽ പോയിന്റിന്റെ x1ന്റെയും x2ന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ആ വാല്യൂസ്, ഇനിഷ്യൽ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ടേബിളിനകത്ത് x1ന് കറസ്പോണ്ടിങ് ആണ് ആദ്യത്തെ കോളത്തിൽ x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? x2 കണ്ടുപിടിക്കണം. അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത്
ഈ ലൈൻ സെഗ്മെന്റിനെ റെപ്രസെന്റ് ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമ്മളപ്പോൾ എന്ത് ചെയ്യണം? x1ന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 0 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നമുക്ക് എന്ത് കിട്ടും? x2ന്റെ വാല്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അത് എന്ത് കൊടുക്കുന്നു? x1ന്റെ വാല്യൂ 0 കൊടുക്കുന്നു. therefore the equation become 0 plus 2x2 equal to 6. that is 2x2 equal to 6 and x2 equal to 6 by 2 which is equal to 3. അതായത് x1ന്റെ വാല്യൂ 0 ആയപ്പോൾ ഓട്ടോമാറ്റിക് x2 എന്ത് വന്നു? നമുക്ക് 3 എന്ന് കിട്ടി. therefore x2ന്റെ പൊസിഷനിൽ എന്ത് എഴുതണം? 3 എന്ന് എഴുതണം. ശ്രദ്ധിക്കുക, x2ന്റെ പൊസിഷനിൽ വേണം എന്ത് എഴുതാനായിട്ട്? 3 എന്ന് എഴുതാം. x1ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ x2ന്റെ വാല്യൂ എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. therefore നമുക്ക് ഈ ലൈൻ സെഗ്മെന്റ് നമുക്ക് ആവശ്യമുള്ള ലൈൻ സെഗ്മെന്റ് ഏതാണോ ആ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് ആ ലൈൻ സെഗ്മെന്റിന്റെ ഇനിഷ്യൽ പോയിന്റ് ഏതാന്ന് കിട്ടി? ഇറ്റ് ഈസ് 0, 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലൈൻ സെഗ്മെന്റ് ഇനിഷ്യൽ പോയിന്റ് 0, 3 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം? ഈ ലൈൻ സെഗ്മെന്റ് അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ ഫൈനൽ പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് വേരിയബിളായി x1 നമ്മൾ 0 കൊടുത്തു അല്ലേ? അപ്പോൾ ഫൈനൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് വേരിയബിളായി x2ന്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് x2ന്റെ വാല്യൂ 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് x1ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. therefore നമ്മൾ എന്ത് ചെയ്യുക? ഈ x2ന്റെ വാല്യൂ x1ന്റെ വാല്യൂ നമ്മൾ ഏത് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ തന്നിട്ടുള്ള ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിന്റെ പോയിന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. therefore എന്ത് ചെയ്യുക? ഈ ഇക്വേഷനകത്ത് ഏതിന്റെ പൊസിഷനിൽ? x2ന്റെ പൊസിഷനിൽ 0 കൊടുക്കുമ്പോൾ x1ന്റെ വാല്യൂ എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. therefore the equation become x1 plus 2 into x2 എന്തായിരിക്കും? 0. 2 into 0 is 0 equal to 6. ഏത് ഇക്വേഷനാണ് കൊടുക്കേണ്ടത്? നമ്മളുടെ ഇനിഷ്യൽ ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റിന്റെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ. ദാറ്റ് ഈസ് x1 plus 0 is equal to 6. therefore x1 is equal to 6. therefore x2ന്റെ വാല്യൂ 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക് x1 എന്താന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. therefore നമുക്ക് ആവശ്യമുള്ള ഈ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ പോയിന്റ് നമുക്ക് ഏതാന്ന് കിട്ടും? ആദ്യം x1 എത്ര? 6 and x2 is 0. ഓർഡർ മാറിപ്പോയിരിക്കാൻ നോക്കുക. എപ്പോഴും നമ്മൾ എടുക്കേണ്ട ഓർഡർ എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് ഈസ് x1 and the second coordinate is x2. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ഫസ്റ്റ് കൺസ്ട്രെയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റിന്റെ ഇനിഷ്യൽ പോയിന്റ് നമുക്ക് 0, 3 എന്നും ഫൈനൽ പോയിന്റ് നമുക്ക് 6, 0 എന്നും കിട്ടും. സിമിലർലി അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ചെയ്ത് പോകണമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് കൺസ്ട്രെയിനും സെയിം പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുക. ഇത് ഞാനിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയേക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ ചെയ്ത പ്രൊസീജിയർ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് പ്രൊസീജിയർ ചെയ്ത് ഞാൻ കാണിച്ചു. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക? നമ്മളിത് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? എൻ്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ ഇതേ സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ അത് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ കൺസ്ട്രെയിന്റ് ഏതായിരുന്നു? 4x1 plus 3x2 less than or equal to 12 ആയിരുന്നു. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ ഇനീക്വാളിറ്റിയെ ഒരു ഇക്വാളിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്തു. therefore 4x1 plus 3x2 equal to 12. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക? ഇതാണ് നമ്മളുടെ ഗ്രാഫ് പേപ്പർ നമ്മൾ വരയ്ക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ. ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക? ജനറേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് രണ്ട് ഡിസിഷൻ വേരിയബിൾസ് x1 x2 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വരച്ചു. ഇനിഷ്യൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും ഫൈനൽ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും കൺസ്ട്രക്ട് ചെയ്തു. ഇനിഷ്യൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? x1 0 കൊടുക്കുക. x1 0 കൊടുത്ത് ഇക്വേഷനകത്ത് ചെയ്യുമ്പോഴത്തേക്കും the value of x2 will get it as 4 and ഫൈനൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റ് ഏതാണ് നമുക്ക് കിട്ടി? 0, 4 എന്ന് നമുക്ക് കിട്ടും. x1ന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുമ്പോൾ x2ന്റെ വാല്യൂ എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. therefore the initial point can be estimated as 0, 4. similarly നമ്മൾ എന്ത് ചെയ്യുക? ഫൈനൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് x2ന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുക and we get the value of x1 as 3. therefore the final point is 3, 0. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഗ്രാഫ് പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ തന്നിട്ടുള്ള ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു.
അപ്പോൾ ഗ്രാഫ് പേപ്പറിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് പേപ്പറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട ലൈൻ സെഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ഈ ലൈൻ സെഗ്മെന്റ് ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഇനിഷ്യൽ പോയിന്റ് 0.3യും അതിന്റെ ഫൈനൽ പോയിന്റ് 6.0യും, സെക്കൻഡ് ലൈൻ സെഗ്മെന്റിന്റെ ഇനിഷ്യൽ പോയിന്റ് 0.4ഉം അതിന്റെ ഫൈനൽ പോയിന്റ് 3.0 ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സിനെ എവിടേക്ക് വരയ്ക്കാൻ പോകുന്നത്, നമ്മൾ ലൈൻ സെഗ്മെന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ അല്ലേ. ഈ ലൈൻ സെഗ്മെന്റ്സ് ഇതിലേക്ക് വരയ്ക്കാൻ പോകുന്നു, ഗ്രാഫ് പേപ്പറിലേക്ക് ഫെയർ കോപ്പി ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് ആവശ്യമുള്ള രണ്ട് ലൈൻ സെഗ്മെന്റ്സ് ഇത് രണ്ടുമായിരുന്നു. ലൈൻ സെഗ്മെന്റ് വിത്ത് ഇനിഷ്യൽ പോയിന്റ് 0.3 ആൻഡ് ഫൈനൽ പോയിന്റ് 6.0, and another line segment with initial point 0.4 and final point 3.0. സോ ഈ രണ്ട് ലൈൻ സെഗ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള നമ്മുടെ ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് പേപ്പർ പ്ലോട്ട് ചെയ്യാൻ നമുക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യണം, ആദ്യം ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വേണം. ഇവിടുത്തെ നമ്മൾ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെയായിരുന്നു, x1ഉം x2ഉം ആയിരുന്നു നമ്മുടെ രണ്ട് ഡിസിഷൻ വേരിയബിൾസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ആക്സിസിൽ ഞാൻ ഫസ്റ്റ് കോർഡിനേറ്റ് ആയ x1നെ ഞാൻ പ്ലോട്ട് ചെയ്യുന്നു, ആൻഡ് വെർട്ടിക്കൽ ആക്സിസിൽ ഞാൻ സെക്കൻഡ് കോർഡിനേറ്റ് ആയ x2നെ ഞാൻ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പോയിന്റ്സ് നമ്മൾ സാധാരണ പോലെ മാർക്ക് ചെയ്യുക. ഈ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റിനകത്തെ x1 ഇനിഷ്യൽ പോയിന്റിന്റെ x1 കോർഡിനേറ്റ് ഏതാണ്, 0യും x2 കോർഡിനേറ്റ് 3യുമാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫൈനൽ പോയിന്റ്, ഫൈനൽ പോയിന്റിനെ സംബന്ധിച്ച് x1 കോർഡിനേറ്റ് 6ഉം x2 കോർഡിനേറ്റ് 0. What about the second line segment? For second line segment, the initial point, the coordinate of x1 is 0 and the coordinate of x2 is 4, and for the final point, the x1 coordinate is 3 and x2 coordinate is 0. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ജസ്റ്റ് അനാലിസിസ് നടത്തുന്നു. x1 എന്ന് പറയുന്ന ലൈനിന്റെ മാക്സിമം വാല്യൂ എവിടം വരെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ x1ന്റെ കോർഡിനേറ്റ് 0 ആണ്, ഇവിടെ ഇറ്റ് ഈസ് 6, ഇവിടെ x1ന്റെ വാല്യൂ 0 ആൻഡ് നെക്സ്റ്റ് വാല്യൂ ഇസ് 3. സോ എമംഗ് ദീസ് 4 വാല്യൂസ് 0, 6, 0 and 3, the maximum value is 6. Therefore x1ന്റെ കോർഡിനേറ്റ്സ്, x1 മാക്സിമം എത്ര വരെ പോകണം, 6 വാല്യൂ വരെ, അല്ലെങ്കിൽ 6 എന്ന് പറയുന്ന പോയിന്റ് വരെ നമുക്ക് x1ന്റെ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം. സോ എന്ത് ചെയ്തു, 1, 2, 3, 4 അപ് ടു 6ന് മുകളിൽ പോയി കുഴപ്പമില്ല. മാക്സിമം എവിടം വരെ വരണം, 6 എന്ന് പറയുന്ന പോയിന്റ് ഉറപ്പായിട്ട് ഏത് ലൈനിൽ ഉണ്ടായിരിക്കണം, ഈ x1 ലൈൻ സെഗ്മെന്റിനകത്ത് ഉണ്ടായിരിക്കണം. സിമിലർലി ഇൻ കേസ് ഓഫ് x2ന്റെ വാല്യൂസ് ഏതൊക്കെ നമുക്ക് ആവശ്യമുള്ളത്, 3, 0, 4 ആൻഡ് 0. Therefore ഈ 4 വാല്യൂസിൽ 4 ആണ് മാക്സിമം വാല്യൂ. Therefore ഈ 4 എന്ന് പറയുന്ന വാല്യൂ ഏത് ലൈൻ സെഗ്മെന്റിനകത്ത് ഉണ്ടായിരിക്കണം, x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റിനകത്ത് നമുക്ക് കിട്ടിയിരിക്കണം. സോ ഞാൻ എന്ത് ചെയ്തു, 1, 2, 3 അപ് ടു 4 മോളോട്ട് പ്ലോട്ട് ചെയ്യാം, അപ് ടു 4 വരെ ഞാൻ പ്ലോട്ട് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ പറയാം, x1 എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് ഈ ലൈൻ സെഗ്മെന്റിനകത്ത്, ഈ ലൈനിനകത്തെ x1ന്റെ ഈ ഹൊറിസോണ്ടൽ ലൈനിനകത്തെ ഓരോ പോയിന്റ്സും ഫോർമാറ്റ് എന്ന് പറയുന്നത് x1 0 എന്നായിരിക്കും. അതായത് ഈ x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ലൈൻ സെഗ്മെന്റ്, ആ ലൈൻ സെഗ്മെന്റിനകത്ത് എപ്പോഴും x2ന്റെ കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സിമിലർലി ഫോർ ദ പോയിന്റ്സ് ഇൻ ദ ലൈൻ സെഗ്മെന്റ് ഓഫ് x2ന്റെ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് അവിടുത്തെ x1 കോർഡിനേറ്റ് 0യും ബാക്കി x2ന്റെ കോർഡിനേറ്റും ഉണ്ടായിരിക്കും. സോ അവസാനം പറഞ്ഞ കാര്യം എന്താണ്, x1ന്റെ ഈ വരച്ചിരിക്കുന്ന ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് ആ ലൈൻ സെഗ്മെന്റിലെ ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് x1 0. x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതാണോ അത് എഴുതുക, x2ന്റെ കോർഡിനേറ്റ് എന്ത്, 0. സിമിലർലി x2ന്റെ ലൈൻ സെഗ്മെന്റിനകത്ത് ഈ വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റിനകത്ത് x1ന്റെ പോയിന്റ് എപ്പോഴും, x1ന്റെ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതിന്റെ കറസ്പോണ്ടിങ് x2 നമ്മൾ എഴുതും. ആൻഡ് ഈ ജനറൽ സ്പേസ്, ഈ സ്പേസിനെ സംബന്ധിച്ച് അവിടെ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും വരാം, x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും വരാം. സോ ഒരു ജനറൽ പോയിന്റ്, ഈ സ്പേസ് ഒരു പോയിന്റിനെ എടുത്താൽ, ഈ പ്ലെയിനിൽ ഒരു പോയിന്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് x1, x2. അത് നമ്മൾ സാധാരണ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തതേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള രണ്ട് ലൈൻ സെഗ്മെന്റ്സിനെയും ഈ ഗ്രാഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലെയിനിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അതുകൊണ്ട് ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഇനിഷ്യൽ പോയിന്റ് ഏതാ, 0, 3. ഇനിഷ്യൽ പോയിന്റിനെ സംബന്ധിച്ച് അവിടുത്തെ x1 കോർഡിനേറ്റ് 0 ആണ്. നമുക്ക് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് ആണ്, x1 കോർഡിനേറ്റ് 0 ആകുന്നത് ഏത്
ലൈനിലെ പോയിന്റാ x2 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിലെ പോയിന്റാ. ദെർഫോർ ഈ x2 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിൽ ഈ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും എന്ന് പറയുന്നത് 0,3 എന്ന് പറയുന്നത്. ദെർഫോർ ഈ ഫസ്റ്റ് കോർഡിനേറ്റ് അപ്പൊ എവിടെ വരും 0,3 ഇതായിരിക്കും എന്ന് പറയുന്നത് 0,3 എന്ന് പറയുന്ന പോയിന്റ്. ഈ ഓരോ പോയിന്റ്സ് x2ലെ പോയിന്റ് അതുകൊണ്ട് ഓരോ പോയിന്റും എങ്ങനെ വരുന്നത് 0,1 0,2 0,3 0,4 അങ്ങനെ വരുന്നത് 0x2 ആയിട്ട് വരുന്നത്. സിമിലർലി x1 ലൈൻ സെഗ്മെന്റിലെ പോയിന്റ്സ് എങ്ങനെ വരും 10 20 30 40 എന്ന് പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ടല്ലേ ജനറൽ പോയിന്റ് എങ്ങനെ എടുത്തത് x10 എന്ന് എടുത്തു. സോ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഇനിഷ്യൽ പോയിന്റ് 0,3 ആൻഡ് ഫൈനൽ പോയിന്റ് 60. അവിടെ ഏത് പോയിന്റ് സെക്കൻഡ് കോർഡിനേറ്റ് ആയി x2 0 ആയതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് ആയിരിക്കും x1 എന്ന ലൈൻ സെഗ്മെന്റിലെ പോയിന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 60. ഇറ്റ് ഈസ് ദിസ് പോയിന്റ് ദാറ്റ് ഈസ് 60. സോ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ആയ ഈ ലൈൻ സെഗ്മെന്റിന്റെ എന്താ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും നമുക്ക് കിട്ടി. സോ ആ പോയിന്റ്സിനെ എന്ത് ചെയ്തു ജോയിൻ ചെയ്യുന്നു. ആ ലൈൻ സെഗ്മെന്റിനെ ഞാൻ ജോയിൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുക സെക്കൻഡ് ലൈൻ സെഗ്മെന്റ് ഏതായത് ഇനിഷ്യൽ പോയിന്റ് 0,4 ഈസ് 0,4 ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് 30 ഈസ് 30. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ എന്താ ചെയ്തത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഗിവൺ ആയിട്ടുള്ള രണ്ട് കൺസ്ട്രെയിൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫുകൾ ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ ഗ്രാഫിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്തു. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിന്റെ പകുതി നമ്മൾ ഫിനിഷ് ചെയ്ത് അടുത്ത് എന്താ വേണ്ടത് വി ഹാവ് ടു ഡിസൈഡ് ദ ഫീസിബിൾ റീജിയൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തു ഗ്രാഫിനകത്ത്. ഒരു കാര്യം കൂടെ ചെയ്യുക ആ ഓരോ ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആ ഇക്വാലിറ്റി ഉള്ള ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുക ആ ഒരു ലൈൻ സെഗ്മെന്റിന്റെ മുകളിലേക്ക് അങ്ങ് എഴുതിയേക്കുക. കാരണം നമുക്ക് എന്ത് ചെയ്യണ്ട ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി വി ഹാവ് ടു നോട്ട് ടു അവോയ്ഡ് എ കൺഫ്യൂഷൻ ജസ്റ്റ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഈച്ച് ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റിങ് ദ ലൈൻ. സോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം വി ഹാവ് ടു ഡിസൈഡ് ദ ഫീസിബിൾ റീജിയൻ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുക ഈ തന്നിട്ടുള്ള രണ്ട് ലൈൻ സെഗ്മെന്റ്സിൽ ഏതെങ്കിലും 0,0 എന്ന് പറയുന്ന ഈ പോയിന്റ് ഏതാ ഈ ഒറിജിൻ പോയിന്റ് ഈ പോയിന്റാണ് 0,0 എന്ന് പറയുന്ന പോയിന്റ്. ഈ 0,0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അതായത് ഈ 0,0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ലൈൻ സെഗ്മെന്റ് ഒന്ന് നോക്കുക. ഇല്ലല്ലോ. സോ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ബാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ആ 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ മെത്തേഡിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് പാസ് ചെയ്യാത്രത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം സാധാരണ ജനറൽ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ 0,0 എന്ന് പോയി നമുക്ക് എന്ത് ചെയ്തിട്ടില്ല രണ്ട് ലൈൻ സെഗ്മെന്റ്സും പാസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സും റെപ്രസെന്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻസിനെ നമ്മൾ എടുത്തെഴുതുക. ദാറ്റ് ഈസ് x1 + 2x2 ≤ 6. ഇക്വാലിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ ഏതാ x1 + 2x2 ≤ 6 തന്നിട്ടുള്ള കൺസ്ട്രെയിൻ. ഇവിടെ എന്ത് ചെയ്യുന്നു ഈ 0,0 എന്ന് പറയുന്ന പോയിന്റിനെ ഈ കൺസ്ട്രെയിനകത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ 0,0യെ സംബന്ധിച്ച് x1ന്റെ വാല്യൂ 0യും x2ന്റെ വാല്യൂ 0യുമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ 0,0 എന്ന് പറയുന്ന പോയിന്റ് ഈ കൺസ്ട്രെയിനകത്ത് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് x1ന്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുക 0 കൊടുക്കുക x2ന്റെ പൊസിഷനിൽ 0 കൊടുക്കുക. അപ്പോൾ 0 + 2 × 0 ≤ 6. That is 0 + 0 <= 6. That is 0 <= 6. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ താഴേക്ക് എഴുതി വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആ ഈ റിലേഷൻ സംബന്ധിച്ച് ഈ റിലേഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യുക. 0 <= 6. 0 6നേക്കാൾ ചെറുതാണ്. ഈ റിലേഷൻ ട്രൂ ആണല്ലോ. Therefore it is ട്രൂ. ഈ റിലേഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ കൺസ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് നോക്കി ഇതാണ് നമ്മളുടെ ആ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റിന്റെ ഏത് സൈഡിലാണോ ഈ 0,0 എന്ന് പറയുന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് എന്ത് ചെയ്യുക ഷെയ്ഡിങ് കൊടുക്കുക. ദാറ്റ് ഈസ് x1 + 2x2
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുന്ന ഈ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ആയിരുന്നു ഇത് അല്ലേ, x1 + 2x2 ഈക്വൽ ടു. ഈ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് ഈ ലൈൻ സെഗ്മെന്റ് ലോവർ പോർഷനിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, 0 0 എന്ന് പറയുന്ന നമ്മുടെ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. therefore we have to shade the region below the line segment. ഈ ലൈൻ സെഗ്മെന്റിന്റെ താഴേക്കുള്ള റീജിയൻ എന്ത് ചെയ്യുക, നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ ഏതായിരുന്നു? ആ കൺസ്ട്രെയിൻ 4x1 + 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഈ ഇൻഈക്വാളിറ്റി കൺസ്ട്രെയിനെ സംബന്ധിച്ച് ഈ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ലൈൻ സെഗ്മെന്റും എവിടെ കൂടെ കടന്നു പോകുന്നില്ല, 0 0 നമ്മൾ പാസ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 0 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ അപ്ലൈ ചെയ്യാം, ആ സെക്കൻഡ് കൺസ്ട്രെയിൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 4 × 0 + 3 × 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. That is 0 less than or equal to 12. Therefore നമുക്ക് അവസാനം കിട്ടിയ റിലേഷൻ ഏതാണ്, 0 less than or equal to 12. ആ റിലേഷൻ ട്രൂ റിലേഷൻ അല്ലേ, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. therefore it is true. അപ്പോൾ ഈ അവസാനം കിട്ടിയ റിലേഷൻ ട്രൂ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം, ഈ തന്നിട്ടുള്ള കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റിന്റെ ഏത് സൈഡിലാണോ 0 0 എന്ന് പറയുന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഷെയ്ഡിങ് നമുക്ക് അപ്ലൈ ചെയ്യാം. therefore 4x1 + 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറയുന്ന ആ ഇൻഈക്വാളിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് ആ ലൈൻ സെഗ്മെന്റ് ലോവർ പോർഷനിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, 0 0 എന്ന് പറയുന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഷെയ്ഡ് ദ റീജിയൻ ബിലോ ദ ലൈൻ സെഗ്മെന്റ്. സോ രണ്ട് കൺസ്ട്രെയിൻസേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് നമുക്ക് കിട്ടിയ രണ്ട് ലൈൻ സെഗ്മെന്റ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയ്ഡിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മൾ നോക്കേണ്ട കാര്യം, ഈ രണ്ട് ഷെയ്ഡിങ്ങും ഒരുപോലെ വരുന്ന റീജിയൻ അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡിങ്ങിന്റെയും എന്ത് വരുന്നത്, ഇന്റർസെക്ഷൻ വരുന്ന റീജിയൻ, രണ്ട് ഷെയ്ഡിങ് ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻ ഏതാണ് അത് കണ്ടുപിടിക്കുക. അതായത് രണ്ട് ഷെയ്ഡിങ് ഒരുപോലെ വരുന്ന റീജിയൻ ഏതാ, രണ്ട് ഷെയ്ഡിങ്ങും ഒരുപോലെ പാസ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ റീജിയൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഷെയ്ഡിങ് ചെയ്യുക. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള റീജിയൻ അഥവാ നമ്മുടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻ. ദാറ്റ് ഈസ് നമ്മുടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ കൺസ്ട്രെയിൻസിനെ ഒബേ ചെയ്യുന്ന ഏത് റീജിയൻ, ഫീസിബിൾ റീജിയൻ. എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ? ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ സെഷൻ നമ്മൾ പറഞ്ഞത് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫീസിബിൾ സൊല്യൂഷൻ, ദ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ദ ഡിസിഷൻ വേരിയബിൾ ദാറ്റ് ഒബേസ് ദ കൺസ്ട്രെയിൻസ് ആസ് വെൽ ആസ് ദ നോൺ നെഗറ്റീവ് കണ്ടീഷൻ. ഒരേ സമയം നോൺ നെഗറ്റീവ് കണ്ടീഷനെയും കൺസ്ട്രെയിൻസിനെയും ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത് ഫീസിബിൾ സൊല്യൂഷൻ വിളിക്കുന്നത്. ആ ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് വിളിക്കുന്നത് ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കുന്നത്. ആ ഫീസിബിൾ റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ കോമൺ ഷെയ്ഡ് വരുന്ന റീജിയൻ, ദാറ്റ് ഈസ് ദ ഫീസിബിൾ റീജിയൻ. സോ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഫീസിബിൾ റീജിയൻ കിട്ടി. ഇത് നമുക്ക് അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയ കൺസ്ട്രെയിൻസ് നമ്മൾ ഗ്രാഫ് പേപ്പറിനെ നമ്മൾ പ്ലോട്ട് ചെയ്തു. ആൻഡ് വി ഹാഡ് ഡിസൈഡഡ് ദ ഫീസിബിൾ റീജിയൻ നമ്മൾ ഡിസൈഡ് ചെയ്തു. ഇത് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദ എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഏതൊക്കെയാണ് നമ്മുടെ എക്സ്ട്രീം പോയിന്റ്സ് നമുക്കൊന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഫീസിബിൾ റീജിയൻ അനലൈസ് ചെയ്യുന്നു. ഈ ഫീസിബിൾ റീജിയനെ സംബന്ധിച്ച് ഫീസിബിൾ റീജിയൻ എന്താണ്, ഒരു പോളിഗൺ ആണ് അല്ലേ. ഈ തന്നിട്ടുള്ള ഫീസിബിൾ റീജിയൻ ഒരു പോളിഗൺ ആണ്. ആ പോളിഗണിനകത്ത് എത്ര വെർട്ടിസസ് ഉണ്ട്, 1 2 3 4 4 വെർട്ടെക്സുകളും 1 2 3 4 4 സൈഡ്സുമുള്ള ഒരു പോളിഗണാണ് എന്ന് പറയുന്നത് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഈ പോളിഗണിന്റെ വെർട്ടെക്സുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അവർ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോളിഗണിന്റെ വെർട്ടിസസ് ഏതൊക്കെയാണ്, നമ്മുടെ എക്സ്ട്രീം പോയിന്റ്സ് ഏതൊക്കെയാ, 1 0 0, ഈ പോയിന്റ് ഏതാ 3 0, ദിസ് പോയിന്റ് ഈസ് 0 3. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫോർത്ത് പോയിന്റ്, ആ ഫോർത്ത് പോയിന്റ് അല്ലെങ്കിൽ ഫോർത്ത് വെർട്ടെക്സിനെ പറ്റി നമുക്ക് അറിയത്തില്ല അല്ലേ. ആ വെർട്ടെക്സ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ഫീസിബിൾ റീജിയൻ ആയ പോളിഗണിൽ നിന്നും
പോളിഗണിന്റെ 3 വെർട്ടിസസ് 0, 3, 0, 0, 3, 0 3 വെർട്ടിസസ് അഥവാ 3 എക്സ്ട്രീം പോയിന്റ്സ് നമുക്ക് കിട്ടി. ആൻഡ് അവർ ടാസ്ക് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ 4th വെർട്ടെക്സ് ഓർ ദ 4th എക്സ്ട്രീം പോയിന്റ് ഓഫ് ദിസ് പോളിഗൺ. അപ്പോൾ ആ 4th എക്സ്ട്രീം പോയിന്റിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പോയിന്റ് ഫോം ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മുടെ 2 ലൈൻ സെഗ്മെന്റ് ഇന്റർസെക്ഷൻ ആയിട്ടാണ് അല്ലെ. ഈ 2 ലൈൻ സെഗ്മെന്റ് മീറ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണെന്ന് പറയുന്നത് നമ്മളുടെ 4th എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ 4th എക്സ്ട്രീം പോയിന്റിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഏതൊക്കെ ലൈൻ സെഗ്മെന്റ്സ് നമ്മളാണോ ആ മീറ്റിംഗ് നടന്നിരിക്കുന്നത് ആ 2 ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ആ സോൾവിങ് പ്രോസസ് വഴി നമുക്ക് എന്ത് കിട്ടും, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1-ന്റെയും x2-ന്റെയും വാല്യൂസ് നമുക്ക് കിട്ടും. നമുക്ക് എന്താ അതോടെ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ എക്സ്ട്രീം പോയിന്റും കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷൻസ്, ആ 2 ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച മെത്തേഡ്സ് ഏത് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ കോഎഫിഷ്യൻസിനെ സെയിം ആക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്നും സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുന്നു. ഞാൻ x1 എന്ന് പറയും x2 എന്ന് പറയുന്ന x2-ന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യണം, x1-ന്റെ കോഎഫിഷ്യൻസ് ഞാൻ സെയിം ആക്കണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ x1-ന്റെ കോഎഫിഷ്യൻ എത്ര ആയിരുന്നു, 4 ആയിരുന്നു. സോ ഇൻ ഓർഡർ ടു മേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് x1 as 4 in the second equation, we have to multiply the second equation by means of 4 എന്ന് പറയുന്ന വാല്യൂ ഫസ്റ്റ് ഇക്വേഷനകത്ത് x1-ന്റെ കോഎഫിഷ്യന്റ് 4 ആയിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സെക്കൻഡ് ഇക്വേഷനകത്ത് x1-ന്റെ കോഎഫിഷ്യന്റ് 4 ആക്കാൻ വേണ്ടി ആ സെക്കൻഡ് ഇക്വേഷനെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഇക്വേഷൻ is 4x1 plus 3x2 equal to 12 and the second equation become 4 into ഇവിടെ എത്ര ആയിരുന്നു, ഓട്ടോമാറ്റിക് 1 വരും. 4 into 1 is 4x1 plus 4 into 2 is 8x2 equal to 6 4s are 24. ഇനി എന്ത് ചെയ്യുന്നു, x1 2 ഇക്വേഷനകത്ത് x1-ന്റെ കോഎഫിഷ്യന്റ് സെയിം ആയി. therefore we can subtract the first equation from the second equation. therefore ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് സെക്കൻഡ് ഇക്വേഷന്റെ സൈൻസിനെ കോഎഫിഷ്യന്റ് സൈൻസിനെ ചേഞ്ച് ചെയ്യുന്നു. So we get as minus 5x2 is equal to minus 12, that is x2 is equal to minus 12 by minus 5 or 12 by 5. നമുക്ക് എന്ത് കിട്ടി, ഈ തന്നിട്ടുള്ള ഈ കിട്ടേണ്ട എക്സ്ട്രീം പോയിന്റ്സിനകത്തും x2-ന്റെ കോർഡിനേറ്റ് എത്രയാണെന്ന് കിട്ടി, 12 by 5 ആണെന്ന് കിട്ടി. അതാണ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷനകത്ത് x1-ന്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, here the coordinate of x2 is 12 by 5. ഇനി എന്ത് ചെയ്യണം, x2-ന്റെ കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു, x1 plus 2x2 is equal to 6 എന്നുള്ളതായിരുന്നു. ഇതിനകത്ത് x2-ന്റെ വാല്യൂ ആണ് എത്ര, 12 by 5. therefore we can write x1 plus 2 into 12 by 5 is equal to 6. therefore x1 plus 24 by 5 is equal to 6. therefore x1 is equal to 6 minus 24 by 5 which is equal to 6 by 5. therefore ഈ തന്നിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ പോയിന്റിനകത്ത് x1-ന്റെ കോർഡിനേറ്റ് എത്രയാണെന്ന് കിട്ടി, 6 by 5 ആണ് കിട്ടി. സോ നമ്മളിപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്, നമ്മളുടെ ഫീസിബിൾ റീജിയൻ പോളിഗൺ നമുക്ക് മനസ്സിലായി. ആ പോളിഗണിന്റെ 4 എക്സ്ട്രീം പോയിന്റ്സ് 4 വെർട്ടിസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. ഫസ്റ്റ് വെർട്ടെക്സ് ഈസ് 0 3, സെക്കൻഡ് വൺ ഈസ് 0 0, തേർഡ് വൺ ഈസ് 3 0 ആൻഡ് ഫോർത്ത് വൺ ഈസ് 6 by 5 ആൻഡ് 12 by 5. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 4 വെർട്ടെക്സുകൾക്ക് ഒരു പേരം കൊടുക്കും, ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ വേണ്ടി മാത്രം. ലെറ്റ് ഇറ്റ് ബി A, O, B ആൻഡ് C. 4 പേര് ഞാൻ അലോട്ട് ചെയ്യുന്നു.
ഇതാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് LPP സോൾവിങ് ബൈ മീൻസ് ഓഫ് ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്മളിപ്പോൾ എവിടെ വരെ ചെയ്ത് നമ്മുടെ ഫീസിബിൾ റീജിയനായ പോളിഗണിന്റെ 4 എക്സ്ട്രീം പോയിന്റ്സ് വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 4 എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു റോയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ് വിത്ത് ദ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ വി ഹാവ് ടു റൈറ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ നമുക്ക് വേണ്ടത്, നമുക്ക് അത് ജസ്റ്റ് തിരിച്ച ക്വസ്റ്റ്യനിലേക്ക് മറിച്ച് പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയിടുന്നതേ ഉള്ളൂ. ദാറ്റ് ഇസ് ഇസഡ് മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 7x1 + 5x2. നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടെക്സുകളെ നമ്മുടെ ഫീസിബിൾ ഇതിന്റെ വെർട്ടെക്സ് 4 വെർട്ടിസസ് ഉണ്ടായിരുന്നു. 4 വെർട്ടിസസ് നമ്മൾ എന്ത് എഴുതി, ഓരോ റോയ്ക്കകത്തായിട്ട് ഡിസ്പ്ലേ ചെയ്തു. ഈ ഓരോ വെർട്ടെക്സുകളുടെയും ഫസ്റ്റ് ഡിസിഷൻ വേരിയബിൾ ആയി x1ന്റെ വാല്യൂവും x2ന്റെ വാല്യൂ നമ്മൾ എഴുതണം. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന വെർട്ടെക്സിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് 0, 3. 0 റെപ്രസെന്റ് ദ x1 കോർഡിനേറ്റ് ആൻഡ് 3 റെപ്രസെന്റ്സ് ദ x2 കോർഡിനേറ്റ്. Therefore x1 is 3 and x1 is 0 and x2 is 3. What about the coordinate B? B എന്ന് പോയിന്റിനെ സംബന്ധിച്ച് the value of x1 is 0, value of x2 is 0. What about the coordinate C? C യെ സംബന്ധിച്ച് the value of x1 is 3 and value of x2 is 0. And for D, the value of x1 is 6/5 and the value of x2 is 12/5. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് കോളം എന്തായിരുന്നു, ഇസഡ്. ദ വാല്യൂ ഓഫ് ഇസഡ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡിന്റെ വാല്യൂ എന്തിന്റെ ബേസിസിൽ x1 1 ആവുകയും x2 3 ആവുകയും ചെയ്യുമ്പോൾ ഇസഡിന്റെ വാല്യൂ എത്ര. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ x1 0 ആവുകയും x2 0 ആവുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഇസഡിന്റെ വാല്യൂ എത്ര. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന പോയിന്റിൽ x1 3 ആവുകയും x2 0 ആവുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഇസഡിന്റെ വാല്യൂ, ഓരോ ഇസഡിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. That is, for the point A, the value of Z is 7 into 0 plus 5 into 3 is 15. Again, for the point B, the value of Z is 7 into 0 plus 5 into 0. Z is 0. Again, for the point C, the value of Z is 7 into 3 plus 5 into 0. That is 21. And for the last point, that is the value of Z in D, that is 7 into 6/5 plus 5 into 12/5. This is equal to 42/5 plus 60/5. That is 102/5. Z ന്റെ വാല്യൂ എന്തെന്ന് കിട്ടും, 102/5. അപ്പോൾ ഈ കോളം കംപ്ലീറ്റ് ചെയ്യുന്നവർ നമ്മൾ എന്താ ചെയ്തത്, നമ്മളുടെ ഫീസിബിൾ റീജിയൻ ഏതാണ്, നമ്മുടെ ഫീസിബിൾ റീജിയൻ, ആ ഫീസിബിൾ റീജിയന്റെ 4 എക്സ്ട്രീം പോയിന്റ്സ്, 4 വെർട്ടിസസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിച്ചു, ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് we had estimated the value of the objective function in the 4 extreme points. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഏത് വാല്യൂ ആണോ ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഇവിടെ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ എന്താണ്, മാക്സിമൈസേഷൻ. Therefore ഈ തന്നിട്ടുള്ള ഇസഡിന്റെ ഏത് വാല്യൂ ആണോ മാക്സിമം ആയിട്ട് നിൽക്കുന്നത് ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്, എക്സ്ട്രീം പോയിന്റ്, ആ പോയിന്റ് ആയിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ്. ദാറ്റ് ഈസ് ഇസഡിന്റെ വാല്യൂവിനെ സംബന്ധിച്ച് ഇസഡിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ സംബന്ധിച്ച് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിന്റെ വാല്യൂ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. Therefore ഈ തന്നിട്ടുള്ള ടേബിളിൽ ഇസഡിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, 102/5. The value is 20.4. ഡെസിമൽ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഡെസിമൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. Therefore it is 20.4. For 4 വാല്യൂസ് 4 വാല്യൂസ് ഏതൊക്കെയാണ്, 15, 0, 21 ആൻഡ് 20.4. ഈ 4 വാല്യൂസിൽ മാക്സിമം വാല്യൂ ഏതാ വരുന്നത്, 21 ആണ് വരുന്നത്. Therefore ഈ തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂസിൽ മാക്സിമം വാല്യൂ ഏതാണ്, 21 ആണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, ഈ ഇസഡിനെ മാക്സിമൈസ് ചെയ്യുന്ന x1 x2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. Therefore ഈ 21 എന്ന് പറയുന്ന വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എന്ത്, x1ന്റെ x2ന്റെ വാല്യൂസ്. ദാറ്റ് ഈസ് 3 and 0 will be your solution. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്, നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെയാണ്, x1ഉം x2ഉം. അപ്പോൾ തന്നിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ അനുസരിച്ച് ഫോളോ ചെയ്യുന്ന ഇസഡിന്റെ മാക്സിമം വാല്യൂ വരുന്ന x1ന്റെ വാല്യൂ എത്ര, ഈസ്
3 and the value of x2 is 0. Therefore നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ LPP തന്നിട്ടുള്ള LPPയുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ്. Therefore the required value of x1 and x2 are x1 is equal to 3 and x2 is equal to 0. Thank you.